ഹരി ഓം നമസ്കാരം. രാമായണത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വാൽമീകി മഹർഷി മുനി ശ്രേഷ്ഠനായ നാരദനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, എനിക്ക് ഈ രാജ്യത്ത് 15 ഗുണങ്ങളുള്ള ഒരു മനുഷ്യനെ കാണിച്ചു തരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആരും ചിന്തിക്കാത്ത മേഖലയിലാണ് രാമായണം നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കപ്പെടേണ്ടത്. നമ്മളൊക്കെ പറയാറുണ്ട്, ഏതെങ്കിലും 4 സ്വഭാവം നിങ്ങൾക്ക് പറയാൻ, അല്ലെങ്കിൽ 4 ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ 4 ഗുണങ്ങൾ പോലും നമുക്ക് പറയണമെങ്കിൽ കുറേയധികം ചിന്തിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതൊന്ന് മനസ്സിരുത്തി ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മുടെ ഉള്ളിലുള്ള ചോദ്യമാണ്, നമ്മുടെ മനസ്സിനോടുള്ള ഒരു ചോദ്യമാണ്. ഒരു 4 ഗുണങ്ങളെ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ സാധിക്കണമെങ്കിൽ, ഇവിടെ വാൽമീകി മഹർഷി 15 ഗുണങ്ങൾ ആദ്യമേ തന്നെ ചോദിക്കുന്നു. 16 ഗുണങ്ങൾ എന്ന് പറയുന്നുണ്ട്, 15 ഗുണങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ ഉള്ള ഒരു മനുഷ്യനെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നാരദനോട്. ഖോനസ്മിൻ സാമൃതം ലോകേ ഗുണവാൻ കശ്യ വീര്യവാൻ എന്ന് ചോദിച്ചുകൊണ്ട് വാൽമീകി മഹർഷി മുനി പുങ്കവനായ ആരോട്? നമ്മുടെ നാരദ മഹർഷിയോട്. അപ്പം നാരദനെ നമുക്കൊന്ന് ശ്രേഷ്ഠമാക്കി കാണാൻ സാധിക്കണം. കാരണം ഇന്നത്തെ തലമുറ, അല്ലെങ്കിൽ കുറച്ച് കാലമുള്ള നമ്മുടെ കുടുംബത്തിലെ ഒരു സ്വഭാവം, വാക്കുകൾ എന്ന് പറയുന്നത്, നീ നാരദൻ്റെ സ്വഭാവം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ, നീ മറ്റുള്ളവരോട് കുശുമ്പ്, കുന്നായ്മ എന്നുള്ള വാക്കുകൾക്ക് ഒരു പേരാണ് നാരദൻ എന്ന് ആരെല്ലാമോ നമ്മുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി വെച്ചു എന്നുള്ളതാണ്. കാരണം നാരദൻ തമ്മിലടിപ്പിക്കാനും കുശുമ്പുണ്ടാക്കാനുമുള്ള ആളായിട്ടാണ് പല സിനിമകളിലൂടെയും പല ചാനലിലൂടെ വരുന്ന പരിപാടികളിൽ കഥാപാത്രമായി അവതരിപ്പിക്കുന്നത്. ഒരു വീണമീട്ടി നാരായണ നാരായണൻ ജപിക്കുന്ന ഒരാളെ കൊണ്ടുവന്നാൽ അയാൾ എന്തോ കുശുമ്പും കുന്നായ്മയും ഉണ്ടാക്കുന്ന ആളാണെന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ആരോ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, ഇത്രയും ശ്രേഷ്ഠമായ ഒരു സന്യാസിയെ അല്ലെങ്കിൽ ഒരു മുനിയെ നമുക്ക് കാണണമെങ്കിൽ ആ വാൽമീകി രാമായണം ഒന്ന് തൊട്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കും. കാരണം ബാലകാണ്ഡത്തിൽ കൃത്യമായി പറയുന്നു, 16 ഗുണങ്ങൾക്ക് പകരം 66 ഗുണങ്ങളെ കാഴ്ചവെച്ച് ഇപ്പോഴും ഇക്ഷ്വാകു വംശത്തിൽ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ ഉണ്ട് എന്ന് പറഞ്ഞ് ആ പറയുന്ന കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി കൊടുക്കുന്ന മുനിശ്രേഷ്ഠനായ നാരദ മഹർഷി അല്ലേ. അപ്പോൾ നാരദൻ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് എന്ന് നമുക്കറിയാം. ആ നാരദൻ ഏത് ലോകങ്ങളിലേക്ക് ചെന്നാലും അദ്ദേഹത്തെ വാഴ്ത്തി നമസ്കരിച്ചിരുത്താൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ കഥാപാത്രത്തെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തപ്പോൾ നാരദൻ്റെ സ്വഭാവം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപരിച്ചു എന്നുള്ളത് തെറ്റാണ്. ഇനി മുതൽ അത് മാറ്റിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് ആ നാരദനെ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാം. കാരണം ഭാഗവതം തന്നെ പറയുന്നുണ്ട്, നാരദമുനി രാജകൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന ശ്രീകൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദേവതാ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്ന എല്ലാ അവതാരമൂർത്തിയും നാരദനെ സ്വീകരിക്കുന്നതായിട്ടും നാരദനെ ശ്രേഷ്ഠനായി കാണുകയും അതുപോലെ മുനികളിൽ ശ്രേഷ്ഠനാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് നാരദ മഹർഷിയാണ്. അപ്പോൾ നാരദീയ രാമായണം എന്നുകൂടി നമുക്ക് ഇതിനെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇതിനെ മൂലരാമായണം എന്നും ശതശ്ലോകി രാമായണം എന്നെല്ലാം നമുക്ക് വാൽമീകി രാമായണത്തിൽ നമുക്ക് രാമായണത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, രാമൻ്റെ അയനമാണ്, രാമൻ്റെ വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രദാനം ചെയ്തു, സീതയെ പ്രദാനം ചെയ്തു. സീതാരാമ ഗുണഗ്രാമ പുണ്യാരണ്യ വിഹാരിണോ.
രാമായണം നമ്മുടെ ജീവിതത്തിൽ ഒരു ഋഷിയെ നമുക്ക് കൂടെ പിടിക്കാൻ പറയുന്നു, ഒരു കവിശ്രേഷ്ഠനെ നമുക്ക് കൂടെ പിടിക്കാൻ പറയുന്നു, ഒരു ആഞ്ജനേയൻ കവിശ്രേഷ്ഠനെ കൂടെ പിടിക്കാൻ പറയുന്നു. ഇങ്ങനെയെല്ലാം വാൽമീകി മഹർഷിയിലൂടെ നാരദൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നമുക്ക് തപസ്സിലേക്ക്, നിത്യമായ ഒരു തപസ്സിലേക്ക് പോകാനുള്ള ഒരു മാർഗത്തെ നമുക്ക് ഉപദേശിച്ചു തരുന്നു. അങ്ങനെയുള്ള രാമനെ നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ചന്ദ്രൻ പകുതിയാണെങ്കിലും വക്രനാണെങ്കിലും ശിവന്റെ ശിരസിലിരിക്കുന്ന സമയത്ത് ആ ചന്ദ്രൻ്റെ പ്രകാശം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ശ്രേഷ്ഠത നമുക്ക് എത്രയധികം പ്രാധാന്യമുള്ളതാണ് അല്ലേ. വന്ദേ ബോധമയം ഗുരും ശങ്കരരൂപിണം യാമ്യാം ശ്രുത്യാം നിത്യം വക്രോപി ചന്ദ്ര ആകാശമുച്ചതേ. അതായത് ചന്ദ്രൻ വക്രനാണെങ്കിലും ശങ്കരൻ്റെ ശിരസിലിരിക്കുന്ന ആ കുളിർമയായിട്ടുള്ള ഭഗവാനെ, ചന്ദ്രനെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് പോലും കുളിർമയുണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈശ്വരൻ്റെ സമ്പർക്കത്താൽ ആകാശം വരെയും ഉയർന്നു നിൽക്കാനുള്ള കരുത്ത് ആർക്കുണ്ടായി? വക്രനായിരിക്കുന്ന ചന്ദ്രന് പോലും ഉണ്ടായതുപോലെ ആ രാമകീർത്തിയിലൂടെ നമുക്കും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ ഭഗവത്ഗീത ഒരു ശ്ലോകം പറയാറുണ്ട്, സഹയജ്ഞ പ്രജാസൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രശവിശ്വം ഏഷതോ ഇഷ്ടകാമദുഹു എന്നാണ്. അതായത് സഹയജ്ഞ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ ഒരുപാട് കാര്യങ്ങൾ ധർമ്മത്തിലൂടെ ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയാണോ കാമധേനുവായ പശു നമുക്ക് എന്ത് ചോദിച്ചാലും തരുന്നത്, ആ സങ്കല്പത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ രാമനെയും സീതയെയും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വാൽമീകി രാമായണത്തിലൂടെയും എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെയും ഒന്ന് രാമകഥയെ ശ്രവിക്കാമെന്ന് നമുക്ക് കാണുന്നു. അപ്പം രാമൻ്റെ വഴിയിലൂടെ പോകുന്ന നമ്മുടെ യാത്രയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നമുക്ക് രാമനെ മന്ത്രത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കുക. അധ്യാത്മ രാമായണം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ അധ്യാത്മ രാമായണത്തിലെ ശ്ലോകങ്ങൾ എടുത്ത് പഠിക്കാൻ നമുക്ക് സാധിക്കാം. അപ്പം ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞത് ഉമാമഹേശ്വര സംവാദമാണ്. അപ്പോൾ പത്നിയായ ദേവി നമുക്ക് ശിഷ്യയായിട്ടും ഗുരുവായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ നമുക്ക് വാൽമീകി മഹർഷിയിലൂടെ നാരദൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കാണാം. തപസ്വാധ്യായ നിരതം തപസി വാഗ്വിദാംബരം നാരദം പരിമപ്രശ്യ വാൽമീകി മുനിപുങ്കവം എന്ന് നമുക്ക് ആദ്യ ശ്ലോകം തന്നെ പകർന്നു തന്ന വാൽമീകി രാമായണത്തെ എടുക്കാം. അവിടെ രാമായണത്തിൽ ആദ്യ ശ്ലോകം തന്നെ നമ്മളോട് പറയുന്നത് തപസ് നിത്യേന ഉണ്ടാവണം. അങ്ങനെ ഒരു വാൽമീകി മഹർഷിയെ കൊണ്ടാണ് നാരദൻ രാമായണത്തെ പ്രദാനം ചെയ്തത് അല്ലേ. നമ്മുടെ പൂർവികരൊക്കെ നമ്മളോട് പറയും, നിത്യേന ക്ഷേത്ര ദർശനം ഉണ്ടാവണം, ഒന്നുമില്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ഏത്തമിട്ട് വരണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. അപ്പം നിത്യേന ക്ഷേത്ര ദർശനത്തിലൂടെ ഒരു തപസ് നമുക്ക് നടക്കും, ഒരു നാമജപം നമ്മൾ നടക്കും. അതിലൂടെ ആ നാമസങ്കീർത്തനത്തിലൂടെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കുളിർമയേകാൻ സാധിക്കും. ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതവും യശസ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദികാവ്യമായ രാമായണം നമുക്ക് ഒരു സാഹിത്യമായി പറയാറുണ്ട്. ഇത്രയും നല്ല സാഹിത്യ സംഹിത നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് രാമായണം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ കാവ്യമായിട്ട് നമുക്ക് രാമായണത്തെ കാണാൻ സാധിക്കും. ഇത് ഉത്തമമായ ഒരു സാഹിത്യം, എന്തെല്ലാം ഉപാധികൾ വേണമെന്ന് നമുക്ക് ചിത്രീകരിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രാമചരിതത്തെ ഉദ്ബോധിപ്പിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, രാമായണം വായിച്ചു കഴിഞ്ഞാൽ മലയാള ഭാഷയുടെ പിതാവ്
ഇത്രയും അധികം ഗംഭീരമായി മലയാള ഭാഷയെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. 9000 വാക്കുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. 9000 വാക്കുകൾ പഠിച്ച നമുക്ക് ഒരു പുസ്തകം എഴുതാൻ സാധ്യതയുണ്ടാവും. കാരണം ഒരു പുസ്തകം എഴുതണമെങ്കിൽ പോലും ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യമാണെച്ചാലും കാവ്യമാണെച്ചാലും കവിതയാണെച്ചാലും അത് രൂപകൽപ്പന ചെയ്യണമെങ്കിൽ നമുക്ക് വാക്കുകൾ ഉചിതമായി ഉപയോഗിക്കാനും അതിൻ്റെ വൃത്തത്തെ കൃത്യമായി ഉപയോഗിക്കാനും നമുക്ക് സാധിക്കണമെന്നാണ്. സാഹിത്യ രൂപത്തിലാണെങ്കിലും ആ സാഹിത്യ ഭാഷ മറ്റുള്ളവർ വായിച്ച് അത് മനസ്സിലാക്കുന്ന രീതിയിൽ വരണമെങ്കിൽ ആ സാഹിത്യ ഭാഷയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. അതിനും രാമായണത്തിൽ 9000 വാക്കുകൾ നമുക്ക് കിട്ടുമെന്നാണ് മലയാള ഭാഷ പറയുന്നത്. 6000 വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും മേഖലകളിൽ ചെന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ സംവദിക്കാൻ സാധിക്കുകയുള്ളൂ. 4000 വാക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് പല ഭാഗങ്ങളിലും കുറച്ച് ആൾക്കാരെ കേന്ദ്രീകരിച്ച് നമുക്ക് അവർക്ക് പ്രബോധനം ചെയ്യാൻ സാധിക്കും, ഉദ്ബോധനം ചെയ്യാൻ സാധിക്കും. 2000 വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മുടെ വരുമാന മാർഗങ്ങളെ പ്രദാനം ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനാവാൻ ആ മര എന്നുള്ള മന്ത്രത്തിൽ നിന്നും രാമ മന്ത്രത്തിലേക്ക് എത്തിയ വാൽമീകത്തിൽ നിന്നും പ്രത്യക്ഷനായ രത്നാകരനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രത്നാകരനെ നമുക്ക് എടുത്തു നോക്കാൻ സാധിക്കും, വാൽമീകി മഹർഷി എടുത്തു നോക്കാൻ സാധിക്കും, എഴുത്തച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും രാമായണത്തിൻ്റെ ഓരോ പേജെങ്കിലും വായിക്കാനുള്ള ഒരു പ്രവർത്തനം തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതം പവിത്രം പാപജ്ഞം പുണ്യം വേദേശ സംഹിതം യ പഠേത് രാമചരിതം സർവപാപൈ പ്രമുച്യതേ. അപ്പോൾ വേദസംഹിതമായ രാമചരിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ സർവപാപങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സർവപാപങ്ങളെയും ഹനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താണ് രാമായണം വാൽമീകി മഹർഷിക്ക് നാരദൻ പറഞ്ഞു കൊടുത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കേനോസ്മിൻ സാമ്പ്രതം ലോകേ എന്ന് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടികൾ കൊടുത്ത് ആ രാമൻ്റെ ഗുണങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. ആ ഗുണങ്ങളെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. 66 ഗുണങ്ങളെ നമുക്ക് ശ്രേഷ്ഠമാക്കാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് ചിന്തിച്ചപ്പോൾ അവസാനം നാരദൻ പറയുന്നൊരു വാക്കാണ് വേദസംഹിതമായ രാമചരിതം. അല്ലേ, വേദത്തിൽ നിന്നും എല്ലാ ഭാഗത്തെയും ഏറ്റെടുത്ത് ഒരു സംഹിതയായിട്ട് രൂപീകരിച്ചതാണ് ചരിത്രം. ആ രാമചരിത്രം നമ്മുടെ സർവപാപങ്ങളെയും നമ്മൾ എന്തെല്ലാം ഇപ്പോൾ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രാണികളെ അറിയാതെ ചവിട്ടി നമ്മൾ അത് ചത്തുപോകുന്ന രീതിയിലേക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ദോഷപ്രവർത്തികൾ പോലും നമ്മൾ രാമമന്ത്രത്തിലൂടെ അതിന് പാപം ഇല്ലാതാക്കാൻ സാധിക്കും. കർമ്മത്തിന് ഫലമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏത് കർമ്മങ്ങൾ ചെയ്താലും അതിനൊരു ഫലം നമുക്കുണ്ടാവും, നല്ലതും ചീത്തയും ഉണ്ടാവും. പക്ഷേ ആ പാപം ചെയ്യുന്നതിലൂടെ ആ പാപത്തിൻ്റെ പരിഹാരമായി രാമമന്ത്രം നമുക്ക് ഏറ്റെടുക്കുമ്പോൾ ആ രാമമന്ത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാപത്തെ ഹനിക്കാൻ പറ്റുമെന്ന് പറയാൻ. അപ്പോൾ രാമായണ ശ്രവണം, ഇനി രാമമന്ത്രം ചൊല്ലുന്നതിലൂടെ ജപിക്കുന്നതിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. പക്ഷെ രാമായണ ശ്രവണത്തിലൂടെ നമ്മൾ ആ ശ്രവണത്തിൻ്റെ ഭാഗ്യം കേൾക്കാൻ സാധിക്കുക. രാമായണം വായിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ തന്നെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കാൻ നമുക്ക് സാധിക്കും. ഉത്തമമായ തപസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ആ മന്ത്രദിഷ്ടാക്കളായ ഭ്രാന്തദർശികളായ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നാരദനിലൂടെ
നമുക്ക് ആദ്യ ശ്ലോകത്തെ നമുക്ക് പറഞ്ഞത്. അപ്പോൾ ത എന്നുള്ള അക്ഷരം തുടങ്ങുന്ന സമയത്ത് തന്നെ ഗായത്രി മന്ത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഗായത്രി മന്ത്രം തന്നെയാണ് നമുക്ക് ഇവിടെ ഓരോ 1000 മന്ത്രങ്ങൾ കഴിയുമ്പോൾ 24,000 ശ്ലോകങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഗായത്രി മന്ത്രത്തെ നമുക്ക് അവിടെ ഓരോ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള 1000 ഗ്രന്ഥങ്ങൾ രചിച്ച വാൽമീകി മഹർഷിയെ നമുക്ക് കാണാം. അങ്ങനെയുള്ള തപസ് നമുക്ക് വാങ്വിതനായ മുനിയാണ് നമുക്ക് പകർന്നു തരുന്നത്. വേദങ്ങളിൽ നാരദിൻ്റെ ഉപനിഷത്തുകളെ നമുക്ക് നോക്കുന്ന സമയത്ത് രാമായണത്തിൽ എല്ലായിടത്തും നമുക്ക് ഈ നാരദനെ കാണാൻ സാധിക്കും. കാരണം ബാലകാണ്ഡത്തിൽ തന്നെ നമുക്ക് ശ്രീരാമൻ്റെ ഭാഗങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നാരദൻ്റെ ഭാഗം കാണാം. അവസാന സന്ദർഭങ്ങളിലെല്ലാം നാരദൻ്റെ വരവ് നമുക്ക് പല പ്രാവശ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നാരദൻ എഴുതിയ അല്ലെങ്കിൽ നാരദൻ്റെ രചിക്കപ്പെട്ട കൃതികളെ എടുത്തു നോക്കിയാൽ നാരദ ഭക്തി സൂത്രം നമുക്കറിയാം. എങ്ങനെയാണ് ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് നാരദനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ശിക്ഷാശാസ്ത്രം നമുക്ക് നാരദനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സംഗീതശാസ്ത്രം നാരദനിലൂടെ കാണാൻ സാധിക്കും. ഛന്ദശാസ്ത്രം നമുക്ക് നാരദനിലൂടെ കാണാൻ സാധിക്കും. പിന്നെ പുരാണങ്ങളിൽ ഏറ്റവും നല്ല അവതാരമൂർത്തിയായിട്ട് എല്ലാവരും നമിക്കുന്നത് നാരദനെയാണ് എന്ന് ഞാൻ പറയേണ്ടായി. അപ്പം ഇങ്ങനെയുള്ള നാരദ ഭഗവാനെ നമുക്ക് പൂജിക്കുകയും അദ്ദേഹത്തിൻ്റെ പാദ നമസ്കാരത്തോടു കൂടി നമുക്ക് രാമായണത്തിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് അധ്യാത്മ രാമായണം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പല ഭാഗത്തായിട്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് അധ്യാത്മ രാമായണത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഒട്ടനവധി അമ്മമാർ, പ്രത്യേകിച്ച് മലയാളം അറിയുന്ന എല്ലാ ആൾക്കാരും, അമ്മമാർ മാത്രമല്ല പുരുഷന്മാരും രാമമന്ത്രത്തെ വായിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണമാണ്. കിളിപ്പാട്ട് നമുക്ക് കാണാൻ സാധിക്കും. കിളിപ്പാട്ടിലൂടെ നമുക്ക് രാമായണത്തെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ കിളിയെ നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ ആ തുഞ്ചൻ എന്തുകൊണ്ട് തത്തയെ കൊണ്ട് കഥ പറയിപ്പിച്ചു? അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തത്ത പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിലെ ഭാഗമാണ്, അല്ലെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് എഴുത്തച്ഛൻ നമുക്ക് രാമായണം മലയാളത്തിലാക്കിയത്. ആ രാമായണത്തെ എടുത്ത് നമ്മൾ ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്ന സമയത്ത് അത് പകുതിയോളമായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്നൊക്കെ വരാൻ സാധിക്കും. കാരണം നാവിന്മേൽ സരസ്വതീ ദേവി നൃത്തമാടിയപ്പോഴാണ് ആ വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശാരിക പൈതലെ ശാരുശീലെ എന്ന് തുടങ്ങുന്ന ആ ഒരു തത്തയെ കൊഞ്ചിക്കുന്ന എഴുത്തച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രാമായണ കഥകൾ നമുക്ക് പാടിപ്പറഞ്ഞു തന്നത് കിളി പറഞ്ഞു തരുന്ന രീതിയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഈ പക്ഷിയെ നമുക്ക് ഏറ്റെടുക്കാൻ കാണുന്നത്? ഒന്ന് ചിന്തിക്കൂ. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ സ്വതന്ത്രരാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയും, നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാൻ സാധിക്കും. ഓ, ഞാനൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയും സ്വാതന്ത്ര്യത്തോടു കൂടിയും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ കിളിയെ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ സ്വതന്ത്രമായിട്ട് പറക്കുവാനും അതിൻ്റെ പ്രവർത്തനം എങ്ങനെ വേണച്ചാലും സ്വതന്ത്രമായി ചിന്തിക്കുവാനും കാഴ്ചപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് കൂട്ടിലാണ് അകപ്പെട്ടതെങ്കിൽ നമ്മൾ പറയുന്ന ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, സ്ത്രീയോ പുരുഷനാവട്ടെ, അവർക്ക് ചില ചട്ടക്കൂടുകൾ നമുക്ക് സമൂഹത്തിൽ വെച്ചിട്ടുണ്ട്, കുടുംബത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടക്കൂടുകളിൽ നിന്നും
നമുക്ക് പുറത്ത് കടന്ന് സ്വതന്ത്രമായി പറയാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയാണ് ഇവിടെ എഴുത്തച്ഛൻ സ്വതന്ത്രമായ കിളിയെ തിരഞ്ഞെടുത്ത് ആ സ്വാതന്ത്ര്യത്തോടുകൂടി പറയുന്ന ആ കിളിക്കൊഞ്ചലിലൂടെ നമുക്ക് രാമായണത്തെ ഉപദേശിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 84 ലക്ഷത്തോളം ജീവജാലങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് തത്തയെ പ്രദാനം ചെയ്തു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് വാൽമീകി മഹർഷി പറഞ്ഞത് പകുതിയോളം നമുക്ക് അധ്യാത്മരാമായണത്തിലൂടെ കിട്ടും. ആ കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു തത്തയോട് പറഞ്ഞ് അത് തിരിച്ചു പറയുന്നതിലൂടെ എഴുതിയെടുക്കാൻ സാധിക്കും. ഇവിടെയും നമുക്ക് നോക്കിയാൽ ആ തത്തയുടെ സ്വതന്ത്രമായ ചിന്തകൾ, അവിടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അപ്പാടെ പറയുന്ന കിളിയെ നമുക്ക് കാണാൻ, ആ കിളിയെ നമുക്ക് ആ സ്വാതന്ത്ര്യത്തോടുകൂടി രാമമന്ത്രം ചൊല്ലാനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ശാരിക പൈതലിലൂടെ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എത്ര തന്നെ നമുക്ക് സ്വരൂപിച്ച് കൊണ്ടുവന്നാലും അവിടെ ഏകാഗ്രമാവുവാൻ വളരെ കുറവായിരിക്കും, തപസ് ചെയ്യാൻ വളരെ കുറവായിരിക്കും. ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്നത് ഇഷ്ടംമാതിരി പ്രവർത്തനങ്ങളുണ്ട്, പരിവർത്തനങ്ങളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്. അതുമാത്രമല്ല ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന സമയത്തെല്ലാം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ധർമ്മബോധത്തെ നമുക്ക് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ചുരുക്കിയിട്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാണ്. നമ്മുടെ വീട്ടിലെ ഒരു ചടങ്ങ്, ഇപ്പോൾ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ 16 ഷോഡശ സംസ്കാരങ്ങൾ, 16 ചടങ്ങുകളുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ചടങ്ങ് നമ്മുടെ വീട്ടിൽ വെച്ചാൽ എന്താണ് ആചരിക്കേണ്ടത് എന്ന് പോലും നമുക്ക് കൃത്യമായി അറിയാത്ത രീതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹം കാണിക്കാത്ത രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് സമയം കണ്ടെത്താത്ത രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ രീതിയിൽ പോകണമെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം പറയും, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടാണ് നമ്മൾ ഓരോ ജീവിതം പടുത്തുയർത്തുന്നത്. സമൂഹത്തിൽ എല്ലാവരുടെയും കൂടെ നിലനിൽക്കണമെങ്കിൽ, ഒന്ന് കൂടെ നിന്ന് സംസാരിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കണം. ആ പ്രവർത്തനക്ഷമതയിലൂടെ കിട്ടുന്ന കർമ്മത്തിലൂടെ കിട്ടുന്ന ഫലം അല്ലെങ്കിൽ സമ്പാദ്യം അത് ശ്രേഷ്ഠമാക്കിയാൽ പോലും മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ നിർത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 84 ലക്ഷത്തോളം ജീവജാലങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. ഇവരെ പരിപാലിക്കാൻ പോലും ദശരഥനും രാമനും തയ്യാറായി എങ്കിൽ നമുക്ക് 4-5 ഗുണങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സഹധർമ്മം ചെയ്യാൻ പറ്റും. അപ്പോൾ സഹജീവികളെ സംരക്ഷിക്കുന്നതിലൂടെ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ്, നമ്മുടെ റോഡിനരികിലുള്ള നായ്ക്കൾ മറ്റുള്ളവരെ കടിച്ചു കീറുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല, ഭക്ഷണം ബാക്കി വരുന്നതെല്ലാം നമ്മൾ മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷേ മാമുനികൾ അങ്ങനെയല്ല. അവർ കഴിക്കുന്നതിന് മുമ്പേ സഹജീവികൾക്ക്. അതുകൊണ്ടാണ് വിശ്വാമിത്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ജടായുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷികളെല്ലാം, മൃഗങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അവരുടെ ഭക്ഷണത്തിന് മുമ്പ് അവർ കൊടുക്കുന്നു. പണ്ട് നമുക്കറിയാം, പാലക്കാട് കൊല്ലങ്കോട് ജീവിച്ചിരുന്ന ഒരു മഹാപണ്ഡിത ശ്രേഷ്ഠനുണ്ട്. പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പണ്ഡിത ശ്രേഷ്ഠനാണ്. അദ്ദേഹമാണ് ഭാഗവതം വ്യാഖ്യാനം ചെയ്തത്. അത് ഇന്ന് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ് നമുക്ക് കിട്ടുന്നത്. ആ പണ്ഡിറ്റ് ഗോപാലൻ നായർ ജന്മമെടുത്ത പാലക്കാട് ജില്ല കൊല്ലങ്കോട് ആ സ്ഥലത്തെ പ്രദാനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പറയുന്നത്, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കും. രാവിലെ കുളി കഴിഞ്ഞ് തൻ്റെ ജപം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വന്ന് ഫലങ്ങളെടുത്ത്, പഴങ്ങളെടുത്ത്
അദ്ദേഹം വളർത്തുന്ന പശുവിന് കൊടുക്കും. ആ പശുവിന് കൊടുക്കുന്നതിലൂടെ ആ പശു ഭക്ഷിച്ചാൽ അന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കും. പശു കഴിച്ചില്ലെങ്കിൽ അന്ന് അദ്ദേഹം ഏകാദശിയാണ്, അല്ലെങ്കിൽ പട്ടിണിയാണ്. നമ്മൾ പറയുന്ന പട്ടിണി എന്ന് പറയുന്നതല്ല, അദ്ദേഹം പശു കഴിച്ചാലേ അദ്ദേഹം കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സഹജീവികളോടുള്ള ആത്മാർത്ഥമായ സമർപ്പണമുള്ള മഹാപണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള കുറേ കുട്ടികളെ വീടുകളിൽ പോകുന്ന സമയത്ത് പറയാം, അയ്യോ എന്താണ് ഇപ്പം ഇന്ന് എല്ലാ വീടുകളിലും പട്ടികളുണ്ട് അല്ലെങ്കിൽ നായ്ക്കളുണ്ട്, അതിന് കൊടുത്തില്ലെങ്കിൽ അത് കൊടുത്തതിന് ശേഷമേ നമ്മുടെ കുട്ടി പോലും ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയായിരിക്കാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ രാമായണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുവാൻ, രാമായണ ചിന്തനത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകുവാൻ, നമുക്ക് ഓരോ ഭാഗങ്ങളും ശ്രേഷ്ഠമാക്കിയെടുക്കണം എന്നുള്ളതാണ്. തപസ് നിത്യജീവിതത്തിൽ വേണമെന്നാണ് നമുക്ക് പറയുന്നത്. സഹജീവികളുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. നമസ്കാരം.